السلام عليكم ورحمة الله. وعليكم السلام ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الحمد لله നമ്മുടെ പഠന മന്ദിരത്തിൽ അൽഹംദുലില്ലാഹ് ഇന്നലെ നമുക്ക് സുന്ദരമായ ഒരു ക്ലാസ് കിട്ടി. അൽഹംദുലില്ലാഹ് ആ ക്ലാസിന്റെ എനർജി നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം. കണ്ട ഓരോ ദിവസവും നമ്മൾ ഇതുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വരും? നമ്മുടെ പ്രകാശം കുറഞ്ഞു വരും അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞില്ലേ, ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അത് ഇതിനകത്ത് നമുക്ക് പാഠം പഠിക്കേണ്ടത്? ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനെ പുതുക്കണേ, വനവ്വിറു ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണേ, ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളൽ ദിക്ർ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഈമാൻ വർദ്ധിക്കുന്നു. അപ്പൊ അവിടെ ഒരു പാഠം പഠിക്കാനുള്ള എന്താണ്? നമ്മൾ ചില സമയങ്ങളിൽ ഈമാൻ ഹയ്യും ആവും ലോയും ആവും എന്ന് പറഞ്ഞാൽ ഈമാൻ കുറയുകയും ചെയ്യും കൂടുകയും ചെയ്യും. കുറയുമ്പോൾ ചെറിയ തെറ്റൊക്കെ ചെയ്താൽ കുഴപ്പമില്ലെന്ന് നമ്മുടെ മനസ്സ് പറയും, ചെറിയ തെറ്റൊക്കെ. പക്ഷെ കൂടി വയ്ക്കുമ്പോൾ ഭയങ്കര തക്കുവയായിരിക്കും. നമ്മൾ ഇബാദത്ത് ചെയ്താൽ മതിയാവുന്നില്ല, ഒരുപാട് ചെയ്യണമെന്നൊക്കെ തോന്നും. അപ്പൊ അത് എപ്പോഴും നിലനിർത്തുന്ന ഒരു പരിപാടിയാണ് ഈ ദിക്റുകളെന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് മെയിൻ ഒരു ഘടകമാണ് എന്ത്? നമ്മൾ പഠിക്കുമ്പോഴും അത് നിരന്തരം പഠനം ഉണ്ടാവണം. ഏതെങ്കിലും ഒരു പേപ്പർ, അതായത് ദീനീപരമായിട്ടുള്ളൊരു പേജെങ്കിലും വായിക്കാതെ നമ്മൾ ഉറങ്ങരുത്. അത് അല്ലാഹു തആല ആദ്യമേ പറഞ്ഞ പരിപാടി അത് തന്നെ. ആദ്യമേ ഇഖ്റ എന്നാ പറഞ്ഞത്, വായിക്കാനാ പറഞ്ഞത് അല്ലേ? വായിക്കുക, എഴുതുക. അപ്പം ആ ഖുർആൻ നമ്മൾ ഇമാമാക്കലാണ്. ഒരു പേജ് എടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഖുർആൻ നമ്മൾ എന്താക്കുക? ഇമാമാക്കുക. അല്ലാഹു തആല ആദ്യമേ പറഞ്ഞ പണിയാ ചെയ്യുക. അതുപോലെ എപ്പോഴും നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഒരു പേന വേണം. ഈ പേനയ്ക്ക് ഭയങ്കര മഹത്വമാണ്. കാരണം എന്താ? ആദ്യത്തെ 5 ആയത്തിൽ എന്ത് വന്നിട്ടുണ്ട്? അല്ലമ ബിൽ ഖലം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഖിറ എന്ന് തുടങ്ങിയിട്ടും അതിനകത്തൊരു ആയുധത്തിന്റെ പേര് പറഞ്ഞു. എപ്പോഴും ഒരു പേപ്പറും പേനയും വേണം. എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അറിയുന്ന കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, അറിവുകൾ എഴുതി വെക്കണം. നല്ല കാര്യങ്ങൾ ഏതിലായാലും. ഇപ്പൊ ദിക്റും സലാത്തും മാത്രമല്ലല്ലോ, നല്ലൊരു വയല് കേട്ടു അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം പറയുന്നു. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ അള്ളാഹുവിന് പൊറുക്കലത്തൂടെ, പടച്ചവൻ എനിക്ക് എന്റെ പാവങ്ങൾ നീ പുറത്തു തരണേന്ന് പറയല്ലേ അല്ലേ? അത് എപ്പോഴൊക്കെ പറയും? നല്ലത് ചെയ്താലും പറയും, മോശം ചെയ്താലും പറയും. നല്ല ചെയ്താൽ എപ്പോഴാണ് പറയുന്നത്? നിസ്കരിച്ച ഉടനെ നമ്മൾ പറയും അസ്തഗ്ഫിറുല്ലാഹി. ഏറ്റവും വലിയ നല്ല കാര്യം ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. എന്നാൽ ഒരു തെറ്റ് ചെയ്താലോ അപ്പോഴും നമ്മൾ എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാഹ്. ഈ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വമിൻ കുല്ലി ളീഖിൻ മഖറജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എന്ത് ചെയ്യും? നമ്മൾ സൗദിയിലൊക്കെ പോകുമ്പോഴേ അവിടെ നമ്മൾക്ക് റിയാദിനൊക്കെ ഉംറ സർവീസുമായിട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഓരോ ഇസ്രാഹിലും നമ്മൾ ഇറങ്ങുമ്പോൾ കടകളിലൊക്കെ ഗ്ലാസിന്റെ പുറത്തേക്ക് വെക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും, അതായത് എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കേണ്ടി വരും ചില കാര്യങ്ങൾ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ഇത് ചെല്ലണമെന്നാണ് അവിടെ എഴുതിയൊക്കെ ചെയ്തത്. ഇത് അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹി ചെല്ലാനാണ് പറഞ്ഞത്. ഈ ചെല്ലെന്ന് പറയുന്നത് നമ്മൾ 3 ഒതുക്കണമെന്നില്ല, മൽ ലസിമ എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം പറഞ്ഞുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? 3 നേട്ടങ്ങൾ കിട്ടുന്ന ആ ഹദീസിൽ പറയുന്നത്. അപ്പം കിട്ടും, സ്പോട്ടിൽ കിട്ടും, നാളെ കിട്ടും, പിന്നെ കിട്ടുമെന്നല്ല പറയുന്നത്. ഇപ്പൊ കിട്ടുന്ന കാര്യങ്ങളാണ്. മിൻകുല്ലി ഹമ്മിൻ ഫർജൻ, അതായത് ടെൻഷൻ മാറും. വമിൻകുല്ലി ളീഖിൻ മഖ്റജൻ, തടസ്സങ്ങൾ നീങ്ങും. വരിസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ നിഅമത്തുകൾ ഇങ്ങനെ വന്നുകൂടും. ഒന്ന് ആലോചിച്ച് നോക്കെ, ടെൻഷൻ ഇല്ലാത്ത വല്ലവരും ഉണ്ടോ? ടെൻഷൻ മാറാൻ ഒന്നാമത്തെ വരുന്നത് ഏതാ? അസ്തഗ്ഫിറുല്ലാഹി അല്ലേ? അസ്തഗ്ഫിറുല്ലാഹി പറയുന്ന 9 നേട്ടങ്ങൾ ഞാൻ എഴുതിയ നമ്മുടെ പുസ്തകത്തിലുണ്ട്. മഴ ലഭിക്കും അല്ലേ? പിന്നെ അതേപോലെ സന്താന ഭാഗ്യം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, അതേപോലെ അപകടങ്ങളിൽ നിന്ന് കാക്കും എന്നൊക്കെ പറയുന്ന ഒരു ഭാഗങ്ങൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയാം, ഒന്നാമത് ടെൻഷൻ മാറുന്നു, ഒമിൻകുല്ലി ളീഖിൻ മഖ്റജൻ, തടസ്സങ്ങൾ നീങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. പഠിക്കൊന്നും തലയിൽ കയറുന്നില്ല, അതിൽ വീട് ശരിയായില്ല, ഓരോ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുക തടസ്സങ്ങളായിട്ട്. ആ തടസ്സങ്ങളൊക്കെ മാറാൻ എന്ത് ചെയ്ത് ചെല്ലിയാൽ മതി? അതുപോലെ മൂന്നാമത്തെ എന്താണ്? വരിസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ നിഅമത്ത് ഇങ്ങനെ വന്നു കയറും. കുറഞ്ഞ വരുമാനമുള്ളൂ, കിട്ടുന്നതിലൊക്കെ ഭയങ്കര വർക്കത്ത്, അത്ഭുതപ്പെടുത്തുന്ന നിഅമത്തുകൾ വന്നു വീഴും. എന്ത് ചെല്ലിയാൽ? അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. കണ്ടോ, ഒരു ഹദീസ് നമ്മൾ കിട്ടിയതാ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്ത് പറഞ്ഞപ്പോ നമ്മളൊന്ന് എഴുതി വെച്ച്, ഏത്? അസ്തഗ്ഫിറുല്ലാഹിൽ അലീം പറഞ്ഞാൽ
3 നേട്ടങ്ങളുണ്ട്. ഇത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ഒന്ന് പാവങ്ങൾ പൊറുക്കുന്നു, 2 തടസ്സങ്ങൾ നീങ്ങുന്നു, മൂന്നാമത്തെ എന്താണ്? അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ നിഅമത്തുകൾ ഇങ്ങനെ വരുന്നു അല്ലേ? ഇതൊക്കെ നമ്മൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള വിഷയങ്ങളാണ്. എന്നതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം, വായിക്കണം. ഇത് രണ്ടും ഒഴിവാക്കാനൊക്കത്തില്ല. കാരണം അല്ലാഹു തആല ആദ്യമേ പറഞ്ഞതാ, ഇതനുസരിക്കുമ്പോൾ നമ്മൾ എന്തിനെ ഇമാമാക്കല? ഖുർആനെ ഇമാമാക്കല. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മലക്കലിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാം. നിന്റെ ഇമാം ആരാന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാ? ഖുർആൻ ഇമാമി എന്ന് പറയാം അല്ലേ? അപ്പൊ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഓരോ ഘടകങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. നമുക്ക് ഖുർആനിലേക്ക് നമ്മൾ പരിശുദ്ധ ഖുർആനിലേക്ക് പോകുന്ന മാർഗങ്ങളാണ്. നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ പഠിക്കാതെ പറ്റത്തില്ലല്ലോ ഇല്ലേ? അപ്പൊ നമുക്ക് അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? അതിനുവേണ്ടി ഉള്ള അടിസ്ഥാന കാര്യങ്ങൾ അറിവുകൾ നമ്മുടെ വേണം അല്ലെ? ആമുഖമായിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഒന്നാമത് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്?